പറഞ്ഞോ? ഹലോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. ഇപ്പൊ തന്നെ ഒരുപാടായി. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. ഇപ്പോൾ എനിക്കൊരു 9 months കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെട്ടിയൊക്കെ ഞാൻ നേരത്തെ അമ്മ വന്നതിന് ശേഷമാണ് പാക്ക് ചെയ്തത്. കാരണം അമ്മ വന്നപ്പം കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മേഡത്തിന് ആദ്യമായിട്ടുള്ള ബേബിക്കുള്ള സാധനങ്ങൾ മേടിച്ച് തന്നു വിടണമെന്ന് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അവളാണ് കൊടുത്തു വിട്ടത്. ഞാൻ ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം കേട്ടോ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്നതാ എടുക്കേണ്ടത്, ഒന്നും അറിഞ്ഞൂടാ. കാരണം നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവരൊരു ലിസ്റ്റ് തന്നിട്ടുണ്ടായി. ആ ലിസ്റ്റിലുള്ള സാധനങ്ങളും പിന്നെ എനിക്ക് തന്നെ കുറച്ച് സാധനങ്ങൾ, പിന്നെ വീഡിയോസ് കണ്ടു കേട്ടോ. യൂട്യൂബിൽ കുറച്ച് 2-3 വീഡിയോസൊക്കെ കണ്ടു. അപ്പം എല്ലാം കണ്ട് എനിക്കും കുറച്ച് വേണമെന്ന് തോന്നിയ സാധനങ്ങളെല്ലാം കൂടിയിട്ടാണ് ഞാൻ പാക്ക് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്ന് ഹോസ്പിറ്റലിൽ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടല്ലോ. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡോക്യുമെന്റ്സ് റിക്വയർഡ് ആയിട്ടുള്ളത്, പിന്നെ മദറിൻ്റെയും ബേബിയുടെയും നെസസറി ആയിട്ടുള്ള ഐറ്റംസ്, ഇത്രയൊക്കെയാണ് അവർ തന്നേക്കുന്നത്. നമുക്ക് കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് എന്നൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാദറിന്റെയും മദറിന്റെയും പാസ്പോർട്ട്, വിസ കോപ്പി, എമിറേറ്റ്സ് ID കോപ്പി, മാരേജ് സർട്ടിഫിക്കറ്റ്. മാരേജ് സർട്ടിഫിക്കറ്റ് കോപ്പി എന്ന് പറയുമ്പോൾ UAE അറ്റസ്റ്റഡ് ആയിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് കോപ്പി തന്നെ വേണം. അത് അറബിക് ട്രാൻസ്ലേഷൻ മാൻഡേറ്ററി ആണ്. പിന്നെ നമുക്ക് പിന്നെ വേണ്ടത് അവരൊരു ഫോം തന്നിട്ടുണ്ട്. ഈ ഫോം ഫില്ല് ചെയ്തും കൂടെ ആ കൂടത്തിൽ കൊടുക്കണം. അപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും കോപ്പിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫയലിലാക്കി ബാഗിൽ വെക്കും. ഇനി അടുത്തത് നമുക്ക് ബേബിക്ക് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ബേബിക്ക് ഫസ്റ്റ് ഇവർ പറഞ്ഞേക്കുന്ന 2 to 3 sets ഓഫ് ഫാം ബേബി ക്ലോത്ത്സ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ വാഷ്ഡ് ആയിരിക്കണം. അപ്പം നമ്മൾ എല്ലാം കഴുകി, ഇതവർ 2 to 3 sets എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് കഴുകി ഉണക്കി അയൺ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്ന ന്യൂ ബോൺ ഡിസ്പോസിബിൾ നാപ്പീസ്. അത് ഞാൻ വലിയ പാക്കറ്റ് ആയത് കാരണം ഒരു എത്ര എണ്ണം എടുത്തിട്ടുണ്ട്? അല്ല, ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലേ? അപ്പോൾ ഒരു 15 എണ്ണം ഞാൻ ആ കവറോടെ അല്ല എടുത്തേക്കണം, ഒരു 15 എണ്ണം അല്ലാണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ പിറ്റേന്ന് തന്നെ വരാം. അതല്ല C സെക്ഷൻ ആണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം നമുക്ക് വരാം. പിന്നെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്ന് എടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പാക്കറ്റോടെ അങ്ങനെ എടുത്തുകൊണ്ട് പോകാത്തത്. പിന്നെ 3 റിസീവിങ് ബ്ലാങ്കറ്റ്സ് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് 3 റിസീവിങ് ബ്ലാങ്കറ്റ് പറഞ്ഞെങ്കിലും ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കഴുകി ഉണക്കി വച്ചേക്കുന്നതാണ്. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് 3 ബേബി ടവൽസ് ആണ് പറഞ്ഞേക്കുന്നത്. ഇത് 3 എണ്ണം എടുത്തിട്ടുള്ളൂ. 3 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ കൂടെ ഞാൻ ശരിക്കും നമ്മുടെ നാട്ടിലാണ് ഇതിൻ്റെ ആവശ്യമുള്ളൂ. മറ്റേ വൈറ്റ് ക്ലോത്ത്സിൻ്റെ ആവശ്യം നാട്ടിലാണ് വരാറ്. ഇവിടെ ഇവരങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ ബേബി ഷാമ്പു ആണ്. ബേബി ഷാമ്പു, ബേബി ഓയിൽ, ബേബി ക്രീം പറഞ്ഞിട്ടുണ്ട്. ബേബി ഷാമ്പു, ബേബി ഓയിലും ബേബി ക്രീമും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം സോപ്പും സെബാമെഡിൻ്റെ തന്നെ സോപ്പും പൗഡറും ഓയിലും പിന്നെ ക്രീമും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ബേബിക്ക് വേണ്ട ഐറ്റംസ്. പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ബേബി മാറ്റ് എടുത്തിട്ടുണ്ട്. ഇത് അവരതിൽ പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ വെറുതെ എടുത്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ എടുത്തേക്കുന്നത് ഇത് പറയാൻ മറന്നുപോയി. ഇത് മറ്റേൻ്റെ അകത്ത് കൂടെ ഇരിപ്പുണ്ട്. എന്തുവാ, മിറ്റൻസും ക്യാപ്പും സോക്സും ഒക്കെയാണ്. ഇതൊരു 4 ജോഡി. മൊത്തത്തിൽ 4 ജോഡി ഉണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഡ്രസ്സുകളും കൂടെ എടുത്തിട്ടുണ്ട്. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ സ്ലീപ്പിംഗ് സ്യൂട്ടാണ്. അപ്പോൾ ഇത് അല്ലാണ്ട് വരുന്ന ചെറിയ
ഉടുപ്പുകളില്ലേ, അതാണ്. നാട്ടിലൊക്കെ അമ്മ ഞാനിത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയായിരുന്നു മറ്റേ കെട്ടുടുപ്പ്, വൈറ്റ് കെട്ടുടുപ്പൊക്കെയാണ് ഇടുന്നത്. പക്ഷെ ഇവിടെ അത് പറ്റില്ലല്ലോ, അവർ ഓൾറെഡി ഫുൾ കവർ ചെയ്ത് ഇരിക്കുന്നത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറ്റ് വൈപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സെറ്റാണ് എടുത്തേക്കുന്നത്. ഒന്ന് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ, പിന്നെ ഒന്ന് മിനിയുടെയാണ് എടുത്തേക്കുന്നത്. പിന്നെ വന്നിട്ട് ഇത് അവളുടെ ഉത്സാഹം കണ്ടില്ല, കാരണം അവൾ കൊടുത്തു വിട്ട മറ്റേ ടിക്കറ്റിൽ ഉണ്ടായിരുന്നതാണ് ഇത്. ഒരു ബേബി കെയർ കിറ്റാണ്. മറ്റേ നഖം വെട്ടി കുഞ്ഞിക്ക ആയിട്ടുള്ള ചീപ്പും അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ വരുന്നതാണ്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ബിബ് എടുത്തിട്ടുണ്ട്. അത് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചെടുത്തതാണ്. പിന്നെ എടുത്തേക്കുന്നത് 2 തോർത്ത് എടുത്തിട്ടുണ്ട്. അത് എനിക്കും ആവശ്യം വരും, പിന്നെ ബേബിക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത്രയാണ് ബേബിയുടെ സാധനങ്ങൾ ഫുള്ളി എടുത്തേക്കുന്നത്. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്തത് ഇനി മദറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ബാത്ത് ടവല് അതന്നെ. ഇതെന്താ ഒരു ബാത്ത് ടവൽ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ 2 തോർത്തുകൂടി ഉണ്ടല്ലോ, അപ്പം അതൊന്ന്. പിന്നെ രണ്ടാമത്തത് സാനിറ്ററി പാർട്സ് ആണ് പറഞ്ഞേക്കുന്നത്. സാനിറ്ററി പാർട്സ് എന്ന് പറയുമ്പോൾ ഞാൻ മറ്റേ ന്യൂമോമിൻ്റെ ഇങ്ങനെ ഒരു മെറ്റേണിറ്റി സാനിറ്ററി പാഡാണ് മേടിച്ചേക്കുന്നത്. അതെടുത്തിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് നിപ്പിൾ ക്രീം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇത് നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചതാണ് കേട്ടോ. പിന്നെ അവർ പറഞ്ഞേക്കുന്ന കോട്ടൺ പാൻറ്റീസ്, സപ്പോർട്ടിങ് ഫീഡിങ് ഗ്ലാസ്, അതൊക്കെ ഒരു കവറിലാക്കി ഇതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഞാൻ എക്സ്ട്രാ എടുത്തേക്കുന്ന കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് അവർ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു ഡ്രസ്സൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടുമെന്നാണ് തോന്നുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ ഡ്രസ്സുകൾ ഒരു 3 ഫീഡിങ്ങിന് പറ്റിയിട്ടുള്ള 3 ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അറിയില്ലല്ലോ കിട്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് എടുത്തേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഇടാനായിട്ടൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഒരു കുർത്തി. പിന്നെ ആണെങ്കിൽ ഒരു ബെഡ്ഷീറ്റ്, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ബെഡ്ഷീറ്റിൻ്റെ ആവശ്യം വരുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബെഡ്ഷീറ്റ് എടുത്തേക്കുന്നത്. ടിഷ്യൂ എടുത്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. പിന്നെ എടുത്തേക്കുന്നതാണ് ടിഷ്യൂസ്. പിന്നെ ചപ്പൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലിടാൻ ചെരുപ്പൊക്കെ ഇട്ട് നടക്കണമല്ലോ, ചെരുപ്പിടാൻ നടക്കുന്ന മനുഷ്യല്ലേ, അതുകൊണ്ട് ചെരുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് ഇതിൻ്റെ അകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ്, ചീപ്പ്, ബ്രഷ്, പേസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ എല്ലാവരും ചില്ലറ മേക്കപ്പ് അത്രയുള്ളൂ. ചത്ത് കിടന്നാലും നമ്മൾ ചമഞ്ഞ് കിടക്കിടും. പിന്നെ ഇത് ബേബിയുടെ സോപ്പ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് മേടിച്ച. അപ്പോൾ ഇത് എനിക്ക് ഇവിടെ വന്നിട്ട് ആവശ്യം വരുള്ളായിരിക്കും, എന്നാലും വെറുതെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് പെട്ടിക്കകത്തുള്ള സാധനങ്ങൾ. ഇനി ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതും കൂടെ കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഐറ്റംസ് മിസ്സായി പോയിട്ടുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. കുറച്ച് പേർക്കെങ്കിലും ഇൻഫോർമേറ്റീവ് ആകുമെന്ന് വിചാരിക്കുന്നു. മിക്കവാറും ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഡെലിവറിക്ക് ശേഷമായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇനിയുള്ള വീഡിയോ ബേബി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാൻ നോക്കാം കേട്ടോ.